ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ മാങ്ങ വെച്ച് ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ നല്ല പഴുത്തിട്ടുള്ളൊരു മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിക്കാണ്ട് മിക്സിൻ്റെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു അര കപ്പ് പാലും കൂടി ഒഴിച്ചിക്കാണ്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ടൈമിൽ പഞ്ചസാര കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ പുഡിംഗ് ആകുമ്പോൾ കുറച്ചും കൂടി പഞ്ചസാര മധുരം മുന്നിട്ട് നിൽക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് ഞാനിപ്പം 2.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ കോൺഫ്ലവർ ഒന്ന് കട്ടൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. കോൺഫ്ലവർ മിക്സ് ചെയ്തെടുക്കുമ്പം ചൂടുള്ള പാലെടുക്കരുത്. തണുത്ത പാലാകുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കട്ടൊന്നുമില്ലാതെ മിക്സായി കിട്ടും. എന്നിട്ട് നമ്മൾ മാങ്ങൻ്റെ ഈ ഒരു പ്യൂരി എന്ത് ചെയ്യുന്നുണ്ട്, ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ. പഴുത്ത മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ അതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് മാറ്റി വെച്ചേക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അത് ഒരു കൈ കൊണ്ട് കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിക്കുക, ഒരു കൈ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഒന്ന് ഈ ഒരു മാങ്ങൻ്റെ ഇത് കട്ടിയായിട്ട് വരും കേട്ടോ. കുറച്ചൊന്ന് തിക്നെസ് ആയിട്ട് വരും. ആ ഒരു ടൈമിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്താണ്ട് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പുഡിങ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ബൗളിലേക്കാണ് ഇപ്പോൾ ഞാനിത് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ഓയിലോ അല്ല ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ബൗളിലും പിന്നെ അപ്പുറത്ത് കാണുന്ന ആ ഒരു ചെറിയൊരു ഇതിലും ഞാനൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് ഫ്രിഡ്ജിലൊന്ന് 2 മണിക്കൂർ വെച്ചതിന് ശേഷം എടുക്കുക കേട്ടോ. അപ്പോൾ അതാ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഒന്നും കൂടിയും തണുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ നോക്കിയപ്പം ഒന്ന് നല്ല തണുപ്പായിട്ടില്ല. അപ്പോൾ അതൊന്നും കൂടെ ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 മണിക്കൂർ 2-3 മണിക്കൂർ ആയതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു സംഭവം നല്ലോണം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. മാങ്ങൻ്റെ ഒരു ടേസ്റ്റാണ് മുമ്പിലേക്കുള്ളത് കേട്ടോ. വേറെ ടേസ്റ്റൊന്നുമില്ല. കാരണം നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.